ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പെർമാംഗനോമെട്രി, ഓക്സാലിക് ആസിഡ്, മോർ സോൾട്ട് ടൈട്രേഷൻ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി റിഡോക്സ് ടൈട്രേഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡൈക്രോമെട്രിയാണ്. ഡൈക്രോമെട്രി എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് K2Cr2O7 പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള റിഡോക്സ് ടൈട്രേഷനാണ് ഡൈക്രോമെട്രി. ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്ക് KMnO4നെയും ഡൈക്രോമേറ്റിനെയും ഒന്ന് കമ്പയർ ചെയ്യേണ്ടതുണ്ട്. പെർമാംഗനോമെട്രിയിൽ KMnO4 ആയിരുന്നു നമ്മൾ ബ്യൂററ്റിലെടുക്കുന്നത്. അവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് സൊല്യൂഷനായിട്ട് ഓക്സാലിക് ആസിഡും മോർ സോൾട്ടും. അപ്പോൾ അവിടെ സ്റ്റാൻഡേർഡ് സൊല്യൂഷനായിട്ട് KMnO4നെ ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം KMnO4 ഈസ് നോട്ട് എ പ്രൈമറി സ്റ്റാൻഡേർഡ്. KMnO4 പ്യുവർ ഫോമിൽ ആയിരിക്കില്ല. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റെബിലിറ്റി കുറവാണ്. അപ്പോൾ ഒരു പ്രൈമറി സ്റ്റാൻഡേർഡിന് ഉണ്ടായിരിക്കേണ്ട യാതൊരു ഗുണങ്ങളും KMnO4ന് ഇല്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു അക്വസ് സൊല്യൂഷനെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ ലിങ്ക് സൊല്യൂഷനായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് ഓക്സാലിക് ആസിഡ് അതല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മോർ സോൾട്ട് സൊല്യൂഷൻ ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ പെർമാംഗനോമെട്രി ചെയ്തത്. എന്നാൽ ഡൈക്രോമേറ്റിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഡൈക്രോമേറ്റ് അതുപോലെ തന്നെ KMnO4 എന്ന് പറയുന്ന ഒരു പവർഫുൾ ഓക്സിഡൈസിങ് ഏജൻ്റാണ് ആൽക്കലൈൻ മീഡിയത്തിലും ന്യൂട്രൽ മീഡിയത്തിലും ആസിഡ് മീഡിയത്തിലും. എന്നാൽ ഡൈക്രോമേറ്റ് ആസിഡ് മീഡിയത്തിലാണ് ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. പക്ഷേ ഡൈക്രോമേറ്റിനുള്ള പ്രധാന വ്യത്യാസം എന്തെന്നാൽ അത് പ്യുവർ ഫോമിലാണ്, ക്രിസ്റ്റലൈൻ ഫോമിലാണ്, ഒരു പ്രൈമറി ഡെലിക്വസൻ്റ് അല്ല. അതുകൊണ്ട് ഒരു പ്രൈമറി സ്റ്റാൻഡേർഡിന് വേണ്ടുന്ന എല്ലാ ഗുണങ്ങളും പൊട്ടാസ്യം ഡൈക്രോമേറ്റിനുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ തന്നെ പൊട്ടാസ്യം ഡൈക്രോമേറ്റിൻ്റെ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ടൈട്രേഷൻ വളരെ ഈസിയായി. സ്റ്റാൻഡേർഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു റെഡ്യൂസിങ് ഏജൻറ്റ്, അതായത് Fe2+ സൊല്യൂഷനെ ടൈട്രേറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കൊരു ഡബിൾ ടൈട്രേഷൻ്റെ ആവശ്യമില്ല. ഡബിൾ ടൈട്രേഷൻ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ക്രിസ്റ്റൽ തന്നിട്ടില്ല എങ്കിൽ മാത്രമാണ് നമുക്ക് മറ്റൊരു സ്റ്റാൻഡേർഡിനെ ആശ്രയിക്കേണ്ടി വരുന്നത്. അതല്ലെങ്കിൽ നമുക്ക് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ക്രിസ്റ്റൽസ് എടുത്ത് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഉണ്ടാക്കാം. അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ടൈട്രേഷൻ തന്നെ സ്റ്റാൻഡേർഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എഗൻസ്റ്റ് അയൺ സൊല്യൂഷൻ, ഈ ഒരു ഒറ്റ ടൈട്രേഷൻ മാത്രം നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഈ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ടൈട്രേഷനും KMnO4 ടൈട്രേഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് KMnO4 ഒരു സെൽഫ് ഇൻഡിക്കേറ്റർ ആയിരുന്നു, നമുക്ക് വേറെ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ആവശ്യമില്ല. എന്നാൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് അങ്ങനെയല്ല. അതൊരു ഓറഞ്ച് കളേർഡ് സൊല്യൂഷൻ ആണെങ്കിലും എൻ പോയിൻ്റ് കറക്റ്റായിട്ട് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഇൻഡിക്കേറ്റർ അവിടെ അവൈലബിൾ അല്ല. അതുകൊണ്ട് നമുക്ക് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ രണ്ട് മെത്തേഡ്സാണ് നമുക്ക് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ടൈട്രേഷൻ അല്ലെങ്കിൽ ഡൈക്രോമെട്രിക് ടൈട്രേഷനിലുള്ളത്. ഫസ്റ്റ് വൺ യൂസിങ് എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റർ, മറ്റൊന്ന് ഇൻറ്റേർണൽ ഇൻഡിക്കേറ്റർ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റർ, ഇൻറ്റേർണൽ ഇൻഡിക്കേറ്റർ. നമ്മൾ ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻസിൽ ഫിനോഫ്തലിനും മീഥൈൽ ഓറഞ്ചും ഇൻഡിക്കേറ്റേഴ്സായിട്ട് ഉപയോഗിച്ചു. അത് ഇതിൽ ഏത് ഗണത്തിലാണ് പെടുന്നത് എന്ന് നമുക്ക് ഈ ഒരു ഡിസ്കഷൻ കഴിയുമ്പോൾ മനസ്സിലാവും. എക്സ്റ്റേണൽ എന്തുകൊണ്ട്, ഇൻറ്റേർണൽ എന്ന് പറയുന്നത് എന്തുകൊണ്ട്. ഇപ്പോൾ ഫിനോഫ്തലിനും മീഥൈൽ ഓറഞ്ചും നമ്മൾ പിപ്പറ്റ് ഔട്ട് ചെയ്ത സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്തിട്ടാണ് ടൈട്രേഷൻ ചെയ്തത്. ഇവിടെ എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ടൈട്രേഷൻ മീഡിയത്തിൽ നിന്ന് സൊല്യൂഷൻ എടുത്ത് നമ്മൾ പുറത്ത് സൊല്യൂഷൻ മീഡിയത്തിൽ നിന്ന് റിയാക്ഷൻ മീഡിയത്തിൽ നിന്ന് സൊല്യൂഷനെ പുറത്ത് കൊണ്ടുപോയി ഇൻഡിക്കേറ്ററുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് കളർ ചേഞ്ച് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ ഇൻഡിക്കേറ്റർ എന്ന് നമ്മളിവിടെ ഒരു എക്സ്റ്റേണൽ വന്നതുകൊണ്ടാണ് ഈ ഇൻറ്റേർണൽ ഇൻഡിക്കേറ്റർ എന്നുള്ളൊരു യൂസേജ് വന്നത്. ഇത് നമ്മുടെ ഫിനോഫ്തലിനും മീഥൈൽ ഓറഞ്ച് പോലെ നമ്മൾ പിപ്പറ്റ് ഔട്ട് ചെയ്ത സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യുന്ന ഇൻഡിക്കേറ്ററാണ് ഇൻറ്റേർണൽ ഇൻഡിക്കേറ്റർ. അപ്പോൾ നമുക്ക് എക്സ്റ്റേണൽ ഇൻഡിക്കേറ്ററും ഇൻറ്റേർണൽ ഇൻഡിക്കേറ്ററും എന്താണെന്ന് നോക്കാം.
ഇവിടെ ഫെറസ് സൊല്യൂഷൻ, നമ്മുടെ ടൈട്രേഷൻ എന്ന് പറയുന്നത് ഫെറസ് സൊല്യൂഷൻ എഗൻസ്റ്റ് സ്റ്റാൻഡേർഡ് പൊട്ടാസ്യം ഡൈക്രമേറ്റ് ആണ്. അപ്പോൾ നമുക്ക് 20 ml Fe2+ സൊല്യൂഷൻ എടുക്കാം. ഇവിടെയും നമുക്ക് ഡൈക്രമേറ്റ് ആസിഡ് മീഡിയത്തിലാണ് ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് 20 ml ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യണം in order to provide the acid medium for the redox titration. ഇവിടെ ഫെറസ് അയണും സൾഫ്യൂരിക് ആസിഡും എടുത്തിട്ടുള്ള ആ മിക്സ്ചറിനെ നമ്മൾ ഡൈക്രമേറ്റുമായിട്ട് ടൈട്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് റിയാക്ഷനാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. Fe2+ is oxidized to Fe3+. At the same time, potassium dichromate, that is K2Cr2O7, is reduced to Cr3+ ion. Here chromium is in the +6 state. So from +6 to +3, that means it is reduction, and Fe2+ to Fe3+, that is oxidation. So these two reactions are taking place in the reaction medium. So at the end point, when all the Fe2+ is completely oxidized by dichromate, there will be no free Fe2+. സോ ഈ Fe2+ൻ്റെ ആബ്സെൻസ് ആണ് ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് പൊട്ടാസ്യം ഫെറിസയനൈഡ്, ദാറ്റ് ഈസ് ദ എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റർ. ഇറ്റ് ഈസ് കോൾഡ് പൊട്ടാസ്യം ഫെറിസയനൈഡ്. Potassium ferri means that is the ferric ion present here. So Fe3+ forming complex. So FeCN 6 times. ഇവിടെ ചാർജ് കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഈ ടോട്ടൽ ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 3- ആയിരിക്കും. ആ 3- ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് 3 പൊട്ടാസ്യം. സോ K3FeCN6. ഇത് ഞാൻ ആ പോസിറ്റീവ് ചാർജ് ഇവിടെ അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്. ഇറ്റ് ഈസ് പൊട്ടാസ്യം ഹെക്സാ സയാനോ ഫെറേറ്റ് 3. പൊട്ടാസ്യം ഹെക്സാ സയാനോ ഫെറേറ്റ് 3 ആ സോൾട്ടാണ്. അപ്പം ഇത് ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിരിക്കണം. കാരണം ഇതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ ഈ Fe2+ൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ആബ്സെൻസ് നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പം Fe2+ സൊല്യൂഷനിലേക്ക് പൊട്ടാസ്യം ഫെറിസയനൈഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ബ്ലൂയിഷ് പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുന്നത്. ഒരു സ്പെഷ്യൽ ബ്ലൂ കളറാണ്, പ്രഷ്യൻ ബ്ലൂ എന്നൊക്കെ പറയും. ഒരു ബ്ലൂ കളറാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സ്പോട്ട് പ്ലേറ്റ് എടുക്കും. ഒരു സ്പോട്ട് പ്ലേറ്റിൽ ടൈട്രേഷന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് പൊട്ടാസ്യം ഫെറിസയനൈഡ് ഡ്രോപ്ലെറ്റ്സ് ഈ പ്ലേറ്റിൽ, പോഴ്സലൈൻ പ്ലേറ്റിൽ എടുത്ത് വയ്ക്കും. സ്മോൾ ഡ്രോപ്ലെറ്റ്സ് ഓഫ് പൊട്ടാസ്യം ഫെറിസയനൈഡ്. എന്നിട്ട് നമ്മൾ ടൈട്രേഷൻ ചെയ്യും. ടൈട്രേഷൻ ചെയ്യുമ്പം പൊട്ടാസ്യം ഡൈക്രമേറ്റ് ഈസ് ടേക്കൺ ഇൻ ദ ബ്യൂററ്റ്, ആൻഡ് ഹിയർ വി ഹാവ് Fe2+, ആൻഡ് ദിസ് Fe2+ ഈസ് ഓക്സിഡൈസ്ഡ് ടു Fe3+. ഓക്കെ, ഇത് Fe3+ ആയിട്ട് മാറും. പക്ഷേ ഇവിടെ നമുക്കൊരു വിസിബിൾ ചേഞ്ച് എന്ന് പറയുന്നത് പൊട്ടാസ്യം ഡൈക്രമേറ്റ് ക്രോമിയം ആകും. അതുകൊണ്ട് ഇവിടെ ഒരു ഗ്രീൻ കളർ, Cr3+ൻ്റെ ഗ്രീൻ കളറായിരിക്കും സൊല്യൂഷനകത്തുള്ളത്. അപ്പോൾ ഇവിടെ എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റർ ആയതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യത്തില്ല. ഇൻഡിക്കേറ്റർ സ്പോട്ട് പ്ലേറ്റിലായിരിക്കും എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു മൈക്രോ പിപ്പറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ട്യൂബ് കൊണ്ട് ഇവിടുന്ന് ഒരു ഡ്രോപ്പ് സൊല്യൂഷൻ എടുത്ത്, അതായത് ഇപ്പം നമുക്കൊരു 20 ml അറൗണ്ട് ആയിരിക്കും എൻഡ് പോയിൻ്റ് വരുന്നത്. അപ്പോൾ ഒരു 15 ml കഴിയുമ്പോഴേക്കും നമുക്ക് വിത്ഡ്രോ 1 ഡ്രോപ്പ് ഫ്രം ദിസ് സൊല്യൂഷൻ, ആൻഡ് ദാറ്റ് ഈസ് മിക്സ്ഡ് വിത്ത് ദിസ് ഇൻഡിക്കേറ്റർ. അപ്പോൾ ആ സൊല്യൂഷൻ ഇൻഡിക്കേറ്ററുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ യു ഗെറ്റ് എ ബ്ലൂ കളർ ഹിയർ. ദാറ്റ് ഷോസ് ദ പ്രസൻസ് ഓഫ് Fe2+, that is unreacted Fe2+ in the solution. Again we will add 0.5 ml. അപ്പോൾ 18.5 ഒരെണ്ണം ചെയ്തു. 19 ml വീണ്ടും ഒരു ഡ്രോപ്പ് എടുത്തു. അതിലും നമ്മൾ ടെസ്റ്റ് ചെയ്തു. ml എടുക്കുമ്പോൾ ഏതോ 2 റീഡിങ്ങിൻ്റെ ഇടയ്ക്ക് നമുക്ക് കളർ ലൈറ്റായിട്ട് കളർ കിട്ടും, അടുത്തതിൽ കളർ കിട്ടത്തില്ല. സപ്പോസ് ദിസ് ഈസ് 19.5 ആൻഡ് 20. നമുക്ക് മനസ്സിലാകും 19.5നും 20ക്കും ഇടയ്ക്കാണ്
ഇതിൻ്റെ വാല്യൂ വേരിയേഷൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ടൈട്രേഷൻ നമ്മൾ വീണ്ടും പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഫില്ല് ചെയ്യും. ഒരു 19.5 ml വരെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് 19.5-ൽ 5 കഴിഞ്ഞതിന് ശേഷം 19.6 ആകുമ്പോൾ, അതായത് 0.1 ഡിഫറൻസിൽ നമ്മൾ ഡ്രോപ്സ് വിഡ്രോ ചെയ്യും, ചെക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ, അതായത് ഒരു 0.1 ഡിഫറൻസിൽ എൻ പോയിൻ്റ് കിട്ടും. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ 3 times റിപ്പീറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും സൊല്യൂഷൻ ഇതിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടാണ് എൻ പോയിൻ്റ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഈ മെത്തേഡ് എന്ന് പറയുന്നത് അത്ര ആക്യുറേറ്റ് അല്ല. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ മെത്തേഡ് എന്നുള്ള ഒരു പ്രത്യേകത മാത്രമാണ് ഇവിടെ, ആക്യുറസി അല്ല. അപ്പോൾ ഇതാണ് എക്സ്റ്റേണൽ ഇൻഡിക്കേറ്ററിൻ്റെ കഥ. ഓക്കെ, അപ്പം നമുക്ക് കുറച്ചുകൂടെ റിലയബിളായിട്ടുള്ള ഒരു മെത്തേഡാണ് ആവശ്യം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻറ്റേർണൽ ഇൻഡിക്കേറ്ററിലേക്ക് പോവുകയാണ്. അപ്പോൾ എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഡിസ്കഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇൻറ്റേർണൽ ഇൻഡിക്കേറ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് എഴുതണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.